So hello friends, once again welcome back. Friends, അപ്പോൾ ഇത് നമ്മൾ 2.2 ആംപ്ലിഫയറിൻ്റെ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇതൊരു ഫുള്ളി ട്രാൻസിസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ആംപ്ലിഫയർ ആണ്. രണ്ട് JBL സബ്വൂഫർ 300 വാട്ട്സ് RMS വരുന്ന ഏതൊരു സബ്വൂഫറും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നല്ല പവർഫുൾ ആയിട്ടുള്ള രണ്ട് ചാനൽ ഔട്ട്പുട്ടും ഉണ്ട്. So friends, without wasting any more time, let's begin. So friends, അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിനുമായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഉണ്ട്. ആ മണി നൈസ് അടിച്ചേക്കാം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ആംപ്ലിഫയറിൻ്റെ വർക്കിംഗ് വീഡിയോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ 2-3 ഡേയ്സ് ബാക്ക് നമ്മളൊരു സ്പീക്കർ പാക്കേജിൻ്റെ, അതായത് 2 ടവർ ബോക്സും അതുപോലെ തന്നെ 2 ബേസിൻ്റെയും ഒരു സ്പീക്കർ പാക്കേജിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോ ആ വീഡിയോയുടെ എൻഡ് പോർഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് വർക്കിംഗ് ചെയ്തിരുന്നത് ഈ ഒരു 2.2 ആംപ്ലിഫയർ വെച്ചിട്ടാണ് വർക്കിംഗ് വീഡിയോ എടുത്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ആക്ച്വൽ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് കാണണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോയുടെ എൻഡ് നോക്കുക. സോ ആ വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ 2.2 ആംപ്ലിഫയർ. ഇതിൻ്റെ ഫ്രണ്ട് ഡയൽ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ 2 ഡ്യുവൽ ടോൺ കളറിലാണ് ചെയ്തിരിക്കുന്നത്. 2 കളർ എന്ന് പറയുമ്പോഴേക്ക് ബ്ലാക്ക് ഗ്ലോസും അതുപോലെ തന്നെ ബ്ലാക്ക് മാറ്റും. ഇത് ഈ ഒരു 2 ലെയർ ഡബിൾ ലെയർ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് 3mm + 3mm 6mm ഓളം ഇതിനൊരു കനം വരുന്നുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ക്യാബിനും അതുപോലെ തന്നെ നല്ല റിജിഡായിട്ടുള്ള ഒരു ഫ്രണ്ട് പാനലുമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിതിനകത്ത് എടുത്തിരിക്കുന്ന ക്യാബിൻ എന്ന് പറഞ്ഞാൽ dtechൻ്റെ ക്യാബിനാണ് എടുത്തിരിക്കുന്നത്. 5.1 ക്യാബിനാണ്. അതിന് നമ്മൾ കൺവേർട്ട് ചെയ്ത് 2+1 ആക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റിനായിട്ട് നമ്മൾ സ്പീക്കർ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫ്യൂസും പിന്നെ കമ്പ്യൂട്ടർ കോഡിന് പറ്റുന്ന രീതിയിലുള്ള ഒരു AC കോഡ് വയറും കൊടുത്തിട്ടുണ്ട്. AC കോഡ് വയർ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ സോക്കറ്റും അതുപോലെ തന്നെ 3-pin AC കോഡ് വയറുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 ഫാൻ ഇന്നറും ഔട്ടറും ആയിട്ട് 2 ഫാൻ ബാക്കിൽ തന്നെ വരുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ അതിൻ്റെ മറ്റൊരു വശത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ റിമോട്ട് കിറ്റിൻ്റെ ബാക്ക് സൈഡ് മൊത്തം നമുക്കത് കാണാം. റിമോട്ട് കിറ്റിൻ്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഇൻപുട്ടും നമ്മൾ കൊടുക്കാൻ വേണ്ടി അത് അതിനകത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ 5.1 സൗണ്ട്ട്രോണിൻ്റെ കിറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഭാവിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ 5.1 ആക്കി മാറ്റുകയും ചെയ്യാം. മറ്റൊരു ആംപ്ലിഫയർ ഇതിൻ്റെ കൂടെ ചെയ്യണം എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. സബ്വൂഫറിൻ്റെ ഔട്ട്പുട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ബനാന സോക്കറ്റാണ്. നല്ല ക്വാളിറ്റിയുള്ള ബനാന സോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ AC കോഡ് വെയർ, 3-pin AC കോഡ് വെയർ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ക്യാബിനാണ് dtechൻ്റെ. ഇത് നല്ല ഒരു ടെക്സ്ചർ പെയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ടെക്സ്ചർ നമ്മുടെ ഇത് എന്താ പറയുക, ഒരു നല്ല ക്വാളിറ്റി പെയിൻ്റാണ്. അതായത് പൗഡർ കോട്ടിംഗ് ആണ്, പക്ഷേ ഒരു ബ്ലാക്ക് മാറ്റ് പോലത്തെ പൗഡർ കോട്ടിംഗ് ആണ്. സോ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഉൾവശത്തേക്ക് നോക്കാം. ആംപ്ലിഫയറിൻ്റെ ബോഡി തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം എല്ലാം തിക്ലി പാക്ക്ഡ് ആണ്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചധികം ബോർഡും വലിയ ട്രാൻസ്ഫോമറും ഒക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ട്രാൻസ്ഫോമറിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 3030 ഒരു 16 ആംപിയർ ട്രാൻസ്ഫോമറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. 16 ആംപിയർ എന്ന് പറയുമ്പോഴേക്കും നല്ല ഹൈ പവറിലുള്ള ഔട്ട്പുട്ട് തരാൻ പറ്റുന്ന ഒരു ട്രാൻസ്ഫോമറാണ്. 4 ഇഞ്ച് ഹൈറ്റുള്ള കോറിലാണ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ 12 1 ആംപിയറിൻ്റെ 2 ടാപ്പിങ്ങും അതുപോലെ തന്നെ 0 ഒരു ടാപ്പിങ്ങും വരുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ കപ്പാസിറ്റർ യൂസ് ചെയ്തിരിക്കുന്നത് 3Nixൻ്റെ കപ്പാസിറ്റേഴ്സാണ്. കെൽട്രോണിൻ്റെ കപ്പാസിറ്റർ ഒഴിവാക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ അവൈലബിലിറ്റി ഇപ്പോൾ ഇല്ല. വളരെ പാടാണ് കെൽട്രോണിൻ്റെ കപ്പാസിറ്റേഴ്സ് കിട്ടാനായിട്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പവർ സപ്ലൈയുടെ യൂസ് ചെയ്യുന്ന ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ബ്രാൻഡായ 3Nixൻ്റെ അതേ ബ്രാൻഡിൽ വരുന്ന കപ്പാസിറ്ററാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. 4700 63 വോൾട്ടിൻ്റെ 8 കപ്പാസിറ്റർ നമ്മളിതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. പവർ സപ്ലൈ സെക്ഷൻ അങ്ങനെയാണ്. 35 ആംപിയർ ബ്രിഡ്ജ് റെക്ടിഫയറും 4700ൻ്റെ 8 കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആംപ്ലിഫയർ സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ സബിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് മെഗാടെക്കിൻ്റെ 6 ട്രാൻസിസ്റ്റർ ബോർഡാണ്. 2 സബ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ 2 ബോർഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീക്കറിന് വേണ്ടി നമ്മൾ മെഗാടെക്കിൻ്റെ ബോർഡാണ് എടുത്തിരിക്കുന്നത്. സ്റ്റീരിയോ ബോർഡാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു 6 ട്രാൻസിസ്റ്റർ ബോർഡ് എടുക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നമുക്ക് നല്ലൊരു പെർഫോമൻസ് കിട്ടുന്ന ഒരു ബോർഡാണ്. അത് മാത്രമല്ല നമുക്ക് ഈ ഒരു പവർ സപ്ലൈ, അതായത് 27 ഒരു 30/30 ഒരു 16 ആംപിയർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്കൊരു JBL സബിനെ റൺ ചെയ്യിക്കാൻ നമുക്ക് ഈ ഒരു വാട്ട്സ് അല്ലെങ്കിൽ ഈ ഒരു ബോർഡിൻ്റെ ആവശ്യമേ ഇതിനകത്ത്. അതുകൊണ്ടാണ് നമ്മളിതിനകത്ത് 6 ട്രാൻസ്ഫർ ബോർഡ് എടുത്തിരിക്കുന്നത്. 4 ട്രാൻസ്ഫർ ബോർഡ് ആണെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാവും. പക്ഷേ ആ ഒരു ബോർഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബോർഡിൻ്റെ ഒരു 90% പവറിലേക്ക് നമ്മൾ ചെന്നാൽ മാത്രമേ നമുക്ക് JBLൻ്റെ ഒരു ആക്ച്വൽ പെർഫോമൻസ് കിട്ടത്തുള്ളൂ. ഇതാണ് നമ്മുടെ സ്റ്റീരിയോ ബോർഡ്. ഇതും ട്രാൻസിസ്റ്റർ ബോർഡാണ്. ഇതിനകത്ത് ആകെ മൊത്തം യൂസ് ചെയ്തിരിക്കുന്ന മൊത്തം ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ട്രാൻസിസ്റ്റർ ബോർഡ്. ഏകദേശം 120 വാട്ട്സ് നമുക്ക് 4 ohms കിട്ടുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 150 വാട്ട്സ് ആണ് അത് എഴുതിയിരിക്കുന്നത്.
പക്ഷേ നമ്മളൊരു 100 to 120 വാട്ട്സ് 120 വാട്ട്സ് പ്രതീക്ഷിച്ചാൽ മതി. ആ ഒരു ആംപ്ലിഫയർ ബോർഡിൻ്റെ പുറകിലും ഹീറ്റ് സിങ്കിൻ്റെ തൊട്ട് പുറകിലായിട്ട് നമ്മൾ വേറൊരു എക്സോസ്റ്റ് ഫാനും വെച്ചിട്ടുണ്ട്. കാര്യം ബാക്കിലിരിക്കുന്ന ഫാൻ കൊണ്ട് എന്തായാലും സബിൻ്റെ അത് മാത്രമേ തണുക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റിമോട്ട് കിറ്റിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സൗണ്ട്ട്രോണിൻ്റെ 5.1 റിമോട്ട് കിറ്റാണ്. ഈ ഒരു കിറ്റ് യൂസ് ചെയ്യാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ചാനലിലും ബാസ്, മിഡ്, ട്രബിൾ കൺട്രോൾ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ് നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. 2.1 ആയാലും 5.1 ആയാലും നിങ്ങൾക്ക് ചെയ്യാൻ വൺ ഓഫ് ദ ബെസ്റ്റ്, അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്നതിൽ മാർക്കറ്റ് കിട്ടുന്നതിൽ അത്യാവശ്യം കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ലാത്തൊരു റിമോട്ട് കിറ്റാണിത്. ഇതിൻ്റെ പുതിയ വെർഷൻ വന്നിട്ടുണ്ട്. ഇതും ഈ ആംപ്ലിഫയറിൽ തന്നെ വെച്ചേക്കുന്നതിൻ്റെ പുതിയ വെർഷനാണ്, കുറച്ച് അപ്ഡേറ്റഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. മറ്റ് ബോർഡുകളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ dtechൻ്റെ ഒരു സ്റ്റീരിയോ ഗെയിനർ ബോർഡ് നമ്മളിത് യൂസ് ചെയ്തിട്ടുണ്ട്. കാര്യം നമ്മൾ ഒറ്റ ഫിൽറ്റർ ബോർഡേ ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ. അതായത് സൗണ്ട്ട്രോണിൻ്റെ ഒരു ഫിൽറ്റർ ബോർഡാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. അത് അവരുടെ ഫ്രീക്വൻസി കൺട്രോൾ ഒക്കെ വരുന്ന ഒരു ഫിൽറ്റർ ബോർഡാണ്. പൊതുവേ നമ്മൾ ഒരു ഫിൽറ്റർ ബോർഡിൽ നിന്ന് 2 ബോർഡുകൾ പിടിച്ചു കൊടുക്കുമ്പോഴേക്ക് ഗെയിൻ വളരെ താഴാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ ഒരു ഗെയിനർ ബോർഡ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സ്പീക്കർ പ്രൊട്ടക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് മെഗാടെക്കിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷനാണ്. ചെറിയ റിലേ വരുന്ന 2 ചാനലിൻ്റെ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ നമുക്ക് സ്പീക്കർ ഔട്ട്പുട്ടിലേക്കും, അതുപോലെ തന്നെ വലിയ T റിലേ വരുന്ന 2 സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് നമ്മൾ സബ്വൂഫറിൻ്റെ ഔട്ട്പുട്ടിലേക്കും കൊടുത്തിട്ടുണ്ട്. വളരെ നല്ലൊരു ക്വാളിറ്റിയുള്ള സ്പീക്കർ പ്രൊട്ടക്ഷനാണ്. ഫിക്സഡ് ഡിലേ ആണ്, നമുക്ക് ഡിലേ കൂട്ടാനും കുറയ്ക്കാനും പറ്റില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു സ്പീക്കർ പ്രൊട്ടക്ഷനാണത്. സോ ടോട്ടലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ആകെ മൊത്തം ഒരു ഇന്നറിലുള്ള കാര്യം എന്ന് പറയുന്നത്. തിക്കിലി പാക്കഡ് ആണ്, പക്ഷേ കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് എയർ സർക്കുലേഷനും കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൂളായിട്ട് റൺ ചെയ്യാൻ സാധിക്കും. വളരെ നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ആമ്പാണിത്. നമുക്ക് ഏകദേശം 120 വാട്ട്സ് പ്ലസ് 120 വാട്ട്സ് ചാനലിലും ഒരു 200 to 250 270 വാട്ട്സ് നമുക്ക് ഷുവറായി നമുക്ക് നമ്മുടെ സബിലേക്കും കിട്ടും. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഈ ഒരു ആംപ്ലിഫയർ കാഴ്ചവെക്കുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ആക്കി നോക്കാം. സോ നമ്മൾ ബാക്കിൽ ഇതിൻ്റെ 3 pin AC കോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെന്തായാലും നമ്മുടെ പ്ലഗ് പോയിൻറ്റിൽ കൊടുത്ത് നമുക്കിത് ഓൺ ആക്കി നോക്കാം. സോ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു പുഷ് പുൾ സ്വിച്ച് വരുന്നുണ്ട്. അത് അധികം യൂസ് ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിനത്. കാര്യം അതൊരു അൽപായസ് ആയിട്ടുള്ള സ്വിച്ചാണ്, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഫ്രണ്ടിലൊരു ഭംഗിക്ക് വേണ്ടി നമുക്ക് ഫ്രണ്ടിൽ സ്വിച്ച് വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് മാത്രമേ ഇത് വെച്ച് കൊടുക്കാറുള്ളൂ. സോ നമ്മൾ ടേൺ ഓൺ ആക്കുമ്പോൾ തന്നെ നമുക്കൊരു ബ്ലൂ LED ലൈറ്റ്, നമ്മുടെ ആകെ മൊത്തം ഒരു ബ്ലൂ LED ലൈറ്റിനകത്ത് കാണാൻ പറ്റും. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് കൊടുത്തിരിക്കുന്നത് എപ്പോഴും കൊടുക്കുന്നത് ബ്ലൂ കളറാണ്. നമ്മുടെ ആംപ്ലിഫയർ ബോർഡിനകത്ത് 2 ഗ്രീൻ ലൈറ്റ് തെളിയും. അതുപോലെ തന്നെ നമ്മുടെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിലും ഗ്രീൻ ലൈറ്റ് തെളിയും. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഈ ഒരു ആംപ്ലിഫയർ ഈ ഒരു റിമോട്ട് കിറ്റിൽ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമുക്ക് ഈ റിമോട്ട് കിറ്റിൽ വേണമെങ്കിൽ 2+1 ആംപ്ലിഫയർ അല്ലെങ്കിൽ 2.2 ആംപ്ലിഫയർ ചെയ്യാം. നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത് പോയിരുന്ന് കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്, റിമോട്ട് സിസ്റ്റം വേണം എന്നുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. ഭാവിയിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 5.1 അപ്ഗ്രേഡ് വേണമെങ്കിലും ചെയ്യാം. സെപ്പറേറ്റ് ഒരു ആംപ്ലിഫയർ 3 ചാനലാക്കി സറൗണ്ടിനും അതുപോലെ തന്നെ സെൻട്രൽ ചാനലിനും വേണ്ടിയിട്ട് ഒരു 3 ചാനലുള്ള ആംപ്ലിഫയർ കൂടെ ചെയ്താൽ മതിയാവും. സോ അങ്ങനെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം അങ്ങനെയാണ്. നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു ആംപ്ലിഫയറിൻ്റെ ലുക്കിൽ തന്നെ ഇതും ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പോൾ 2.2 എന്ന് പറയുന്ന പുതിയൊരു രീതിയിലേക്ക് തന്നെ കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വളരെ നല്ല പെർഫോമൻസ് ഉള്ള ആംപ്ലിഫയർ ആണ്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമേ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, ഇതിൻ്റെ പർച്ചേസ് എങ്ങനെയാണ്, അത് മറ്റ് കാര്യങ്ങളെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ ഒരു സൗണ്ട്ട്രോണിൻ്റെ കിറ്റ് തന്നെ യൂസ് ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല. അതിനകത്ത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബാസ്, ട്രിബിൾ, മിഡ് ഒരു ഓപ്ഷൻ, അത്രയും ടോൺ കൺട്രോൾ ഓപ്ഷൻസ് കിട്ടുമെന്നുള്ളതാണ് ഒരു മേന്മയെന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഫ്യൂട്ടക്കോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള ഏത് റിമോട്ട് കിറ്റ് വെച്ച് വേണമെങ്കിൽ നമുക്ക് ഈ 2+1 2.2 ചെയ്യാം. വളരെ നല്ലൊരു എഫക്റ്റാണ്. ആംപ്ലിഫയർസ് ഉണ്ടാക്കുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു ഓപ്ഷനാണ് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ ഞാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശ് ഫ്രം ടെക്നിക്കൽ എവല്യൂഷൻ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.